ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സൗമ്യ. ഡിസംബർ മാസത്തിലെ പൊൻപുലരിയിലെ 17-ാം ദിനത്തിൽ കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ തേടി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സാന്താക്ലോസ്. ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കൈ നിറയെ സമ്മാനങ്ങളുമായി എത്തുന്ന സാന്താക്ലോസിനെയാണ്. സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും നാളുകളിൽ ഓർമ്മിപ്പിക്കാൻ സാന്താക്ലോസും വരവായി. ചുവപ്പും വെള്ളയും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വൃത്തന്റെ രൂപമാണ് സാന്താക്ലോസിന്. പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് സെന്റ് നിക്കോളസ് ആണ് കൈ നിറയെ സമ്മാനങ്ങളുമായി എത്തുന്ന പ്രിയപ്പെട്ട സാന്താക്ലോസായി മാറിയതെന്ന് വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുർക്കിയിലെ തുറക്ക് പട്ടണമായ പത്താറയിലെ ലിസിയയിലാണ് സെന്റ് നിക്കോളസിന്റെ ജനനം. 19-ാം വയസ്സിൽ അദ്ദേഹം വൈദികനാവുകയും ഈജിപ്ത്, പാലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം തിരിച്ചു വന്ന് പത്താറക്കടുത്ത് മീറയിലെ ബിഷപ്പായി സ്ഥാനമേറ്റു. എന്നാൽ റോമ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികൾക്ക് നേരെ അക്രമങ്ങൾ നടത്തിയ സമയമായിരുന്നു അത്. മരണത്തിനിരയായവരെ രക്ഷിക്കുന്നതിലായിരുന്നു നിക്കോളസിന്റെ ശ്രദ്ധ. ഇതേ തുടർന്ന് അദ്ദേഹത്തിന് കാരാഗൃഹവാസം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ കാരാഗൃഹ മോചനം ലഭിച്ച ശേഷവും നിക്കോളസ് തന്റെ സേവന പ്രവർത്തനങ്ങൾ തുടർന്നു. താൻ ആരാണെന്ന് അറിയിക്കാതെ സമ്മാനങ്ങളും സഹായങ്ങളും എത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം. നിക്കോളസ് കാലാനുസരണം സാന്താക്ലോസിന്റെ പ്രതീകമായി മാറി. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് വഴി നമുക്കും സാന്താക്ലോസായി മാറാൻ കഴിയും. സാന്താക്ലോസിന്റെ വരവിൽ സന്തോഷം കണ്ടെത്തുന്നതിനോടൊപ്പം അദ്ദേഹം പഠിപ്പിക്കുന്ന മൂല്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. ഈ ക്രിസ്മസ് നാളുകൾ സന്തോഷവും സ്നേഹവും നന്മയും തമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പകരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാലിത്തൊഴുത്തിലെ ഉണ്ണിയെ തേടി എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.